ഡോക്ടർ ഗോപകുമാർ, എന്താണ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്ന ഘടകം എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. നമുക്കറിയാം, വർഗീയതയ്ക്കെതിരെ ഒപ്പം മതനിരപേക്ഷത സംരക്ഷിക്കാൻ, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയവ ഒരു അജണ്ടയായി മുന്നിലുണ്ട്. അത് പറഞ്ഞ് ഒരുമിച്ച് നിൽക്കുന്നവരാണ് കേരളത്തിൽ മത്സരിക്കുന്ന രണ്ട് മുന്നണികളും. ആ ഇടത്താണ് ഇപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ന് കോൺഗ്രസ് അത് കൃത്യമായും തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കും എന്നത് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ദേശീയ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്താകും, ഇതെങ്ങനെ സ്വാധീനിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ദേശീയ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കാണുമ്പോൾ പൊതുവിൽ ഉത്തരേന്ത്യയിൽ കാണുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിൽ നിന്നുള്ളത്. അതിൽ പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന ഒരു ചുറ്റുപാടിൽ BJP വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പൊതുവിൽ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങളും ഇപ്പോൾ ഇതിനകം വന്ന സർവേകളുമെല്ലാം അങ്ങനെ കാണിക്കുകയും, മറുവശത്ത് ഇന്ത്യ സഖ്യം തുടർന്നപ്പോൾ അതിൽ തന്നെ പല അപശബ്ദങ്ങളുണ്ടാവുകയും അത് പകുതി വഴിയിൽ വെച്ച് നിന്നു പോകുമോ എന്ന് ഭയപ്പെട്ടൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസവും വിജ്ഞാനവും ഉള്ള ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ദേശീയ തെരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രയോറിറ്റിയിൽ വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന നറേറ്റീവിൽ ആദ്യത്തെ നറേറ്റീവ് അത് തന്നെയാണ്. അത് പഴയ കാലത്താണെങ്കിൽ കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നൊരു അഡ്വാൻറ്റേജ്, സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ളൊരു തീമുണ്ട്, സ്ഥിരതയ്ക്കുള്ളൊരു ഭരണത്തിന് കോൺഗ്രസ്സിനെ വോട്ട് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും കോൺഗ്രസ്സിന് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴതല്ല, മറിച്ച് BJP ഗവൺമെൻറ്റിൻ്റെ കണ്ടിന്യൂഡ് അനദർ 5 ഇയേഴ്സിനുള്ള തുടർ ഭരണത്തിനുള്ള സാഹചര്യം, അതാണ് കേരളത്തിൽ പ്രൈമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു വികാരം മറുവശത്ത് രണ്ട് ഇന്ത്യ സഖ്യത്തിലാണെങ്കിൽ പോലും കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ മത്സരിക്കുകയാണ്. അതിൻ്റെ നറേറ്റീവ് ആര് പിടിച്ചടക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ ചർച്ച വന്നപ്പോൾ ആ നറേറ്റീവ് ആദ്യമേ പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ കേരളത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യവും ഇവിടുത്തെ ബാക്കിയുള്ള ന്യൂനപക്ഷ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാം. ഇതിൽ കൂടുതൽ സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആർട്ടിക്കുലേറ്റായിട്ട് കാണിക്കുന്ന വിഭാഗത്തിലേക്ക് ജനങ്ങൾക്കൊരു വിശ്വാസം വരാൻ സാധ്യതയുണ്ട്. അടിയൊഴുക്കുകൾ വേറെ പലതുമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സഖ്യത്തിന് അപ്പോൾ അവർക്ക് ദേശീയതലത്തിൽ ഉള്ള പ്രാമുഖ്യം എന്താണെങ്കിൽ പോലും കേരളത്തിൽ തന്നെ നമുക്കറിയാം 2004 മുഴുവൻ സീറ്റും, ഒരു സീറ്റ് ഒഴികെ മുഴുവൻ സീറ്റും നഷ്ടപ്പെട്ടൊരു സാഹചര്യവും UDF-നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ തീർച്ചയായിട്ടും കേന്ദ്രഭരണത്തിനെതിരെയുള്ള വികാരം സൃഷ്ടിക്കാൻ UDF-ഉം LDF-ഉം തമ്മിൽ മത്സരിക്കുമ്പോൾ മറുവശത്ത് BJP NDA-ക്കുള്ള ഭരണത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഏതെങ്കിലും മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുമോ, തൃശ്ശൂറോ വല്ലതും സാധ്യതയുണ്ടോ, അത്തരത്തിലുള്ളൊരു മത്സരമാണ് നടക്കുന്നത്. ഇതിനിടയിൽ ഈ ടി.പി. ചന്ദ്രശേഖരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ ചർച്ച പ്രാദേശികമായി കുറച്ച് മൂല്യമുണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് കണ്ണൂറും വടകരയിലും കോഴിക്കോടും ഇമ്പാക്റ്റ് ഉണ്ടാക്കും, വലിയ തോതിൽ അല്ലെങ്കിൽ പോലും. ആ വിധി ഇപ്പോൾ വന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് അതെടുത്ത് കത്തിക്കാൻ പറ്റുന്ന ഒരു ആയുധം തന്നെയാണ്. 2-3 മണ്ഡലങ്ങളിലെങ്കിലും അതിൻ്റെ സ്വാധീനമുണ്ടാകും, അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സാഹചര്യവും ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഈ ദേശീയ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട കാര്യം അടുത്ത 5 വർഷം രാജ്യം ഭരിക്കുന്നതിലുള്ള ഈ 3 മുന്നണികൾ തമ്മിലുള്ള മത്സരം, ഇതാണ് ഈ നറേറ്റീവിൽ വരേണ്ടത്. അപ്പോൾ ആ നിലയ്ക്ക് ഇനി തെരഞ്ഞെടുപ്പ് 10-12 ദിവസം പ്രഖ്യാപിക്കുന്നുള്ളത് ഉറപ്പാണ്. അത് ഇപ്പോൾ തന്നെ ഈ ആഖ്യാനത്തിൽ മുൻപന്തിയിൽ വരാൻ മുന്നണികൾ മത്സരിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതിൽ സ്ഥാനാർത്ഥി നിർണ്ണയം, ഇപ്പോൾ ഇവിടെ നമുക്കറിയാം സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുമ്പോൾ എന്തെങ്കിലും അപശബ്ദമുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് കൂടുതൽ വാല്യൂ ഉണ്ടാക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹവും. ഇതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാമുഖ്യം ലഭിക്കുന്ന സാഹചര്യമാണ്.